നാലാമത്തെ ദിവസമാണ്. ഞങ്ങൾ എഴുന്നേക്കാൻ ലേറ്റായി കാരണം കിടക്കാനും 2 മണി കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങൾ പോകുന്നത് ചപ്പോര ഫോർട്ടിലേക്കാണ് എന്നാണ് പ്ലാൻ. ഇപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വയ്ക്കാൻ പോവാണ്. കാരണം ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഹോസ്റ്റലിലായതുകൊണ്ട് ഞങ്ങളുടെ ലഗേജസൊക്കെ എപ്പോഴും എടുക്കണ പോലെ എല്ലാം പാണ്ഡവം കെട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 ഡ്രസ്സ് മാത്രമേ എടുത്തിട്ട് വന്നു. അപ്പോൾ ഇന്ന് ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം റെഡിയാക്കാൻ ഒരു സ്ഥലവും ഇല്ല. സ്വന്തമായിട്ട് ഇങ്ങനെ റൂം വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്യാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ. ലഗേജിൻ്റെ എണ്ണം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യാൻ വന്നതാണ്. അവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് അനക്ക. നോക്കാം. അറിയില്ല. നടക്കുവോ അവിടെ കൂടെ നോക്കിക്കൊണ്ട്? വരൂ. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരുടെ കളർഫുൾ ഹൗസസ് കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. നേരത്തെ വന്നാൽ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു വരേണ്ടി വരും. വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പോണ്ടിശ്ശേരിയിലും അതുപോലെ കൊച്ചിനിലൊക്കെ ഉള്ള പോലത്തെ സ്ട്രീറ്റാണ്. കളർഫുൾ ഹൗസസ് ഒക്കെ ആയിട്ട്. എല്ലാം അടച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് പോണു. സോ ഞങ്ങൾ പട്ടിയെ പോലെ നടന്ന് ഇവിടെ ചുറ്റും ഈ കുറുക്ക് വഴികൾ മാത്രമേ ഉള്ളൂ. നടന്ന് മതിയാവും. ഫുഡൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടമാണ്. കഫേസാണ് കൂടുതൽ. നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. നല്ല വിശക്കുന്നു. അച്ചു എന്തോ കുടിക്കണു ഗൈസ്. അനകയും തിരിച്ചു വരണ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണ്?
അതിൻ്റെ കൂടെ കിട്ടും. അത് കറി, ചിക്കൻ കറി വിത്ത് റൈസ്. ഗോവൻ റൈസ്, സിസ്ലർ, പിന്നെ ഇതെന്താ ഇതെടുത്ത് കാണിച്ചു കൊടുക്കും. ചിക്കന് കാണാതെ സാക്കുട്ടി. ബാക്കി കഴിക്കണില്ല. 330. ഇതാണ് ബിബിൻക. ഇതിന്റെ പേരാണ് സെറോണിയൻ, സെറോഡോറ. ഇതാണ് എവിടെയും കിട്ടുന്ന ഡിഷ്. ഓ സോറി ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഡിഷ്. ഐസ്ക്രീം തിരിച്ചു പണ്ട് കയറുണ്ടോ? കൊള്ളാം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സിലാവില്ല എന്താ പൊടി, ബിസ്ക്കറ്റിന്റെ പൊടി. ഞങ്ങളിവിടെ വന്നു വിവ പഞ്ചും. നല്ല തിരക്കാണ് ഇവിടെ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു? 1600 രൂപ കൊടുത്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? സോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിത്തുവിന് സത്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ജിത്തുവിന് ഹിസ്റ്ററി ഇഷ്ടമല്ല, ഫോട്ടോഗ്രാഫി ഇഷ്ടമല്ല. ജിത്തുവിന് ആകെ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ കേടുവരുത്തി. പറയാനുള്ളത്